ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോഹിതദാസിന്റെ തിരക്കഥയിൽ മമ്മൂട്ടി നായകനായി ഭരതൻ സംവിധാനം ചെയ്ത് 1991 തിയേറ്ററിലെത്തി വമ്പൻ വിജയം നേടിയെടുത്ത മലയാള സിനിമയായിരുന്നു അമരം. മുരളി, KPSC ലളിത, അശോകൻ, മാധു എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് അന്നത്തെ കാലഘട്ടത്തിലെ സിനിമാ പ്രേമികൾ നൽകിയ സ്വീകരണം ഈ 2025-26 കാലഘട്ടത്തിൽ കിട്ടുന്നില്ല എന്നത് തന്നെയാണ്. ഇന്നലെ നവംബർ 7 വെള്ളിയാഴ്ച 4K റീമാസ്റ്റർ പതിപ്പായി ചിത്രം വീണ്ടും തിയേറ്ററിലെത്തിയപ്പോൾ വിവിധ തിയേറ്ററുകളിൽ നിന്നുള്ള അനുഭവങ്ങൾ വെച്ച് ബോധ്യമാകുന്നത്. ആദ്യ ദിവസം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി വിവിധ തിയേറ്ററുകളിൽ ഈ സിനിമ ചാർട്ട് ചെയ്തിരുന്നുവെങ്കിലും ഒട്ടനവധി തിയേറ്ററുകളിൽ സിനിമ കാണാൻ ആളില്ലാത്തതിനാൽ ഷോ മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതേസമയം ചിത്രത്തിന്റെ നിർമ്മാതാക്കളും വിതരണക്കാരും ചെയ്യേണ്ടിയിരുന്നത് സ്വാഭാവികമായിട്ടും ഒരു സിനിമ റിലീസായി തിയേറ്ററെത്തുമ്പോൾ ആദ്യ ദിവസം തിയേറ്ററുകളിൽ ആളിനെ എത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ്. ഫാൻസ് വഴിയും പ്രൊമോഷൻ വഴിയും ഒക്കെ പലരും നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംവിധാനം തന്നെയാണ് ഇത്. ആദ്യ ദിവസം സിനിമയ്ക്ക് ആൾ കൂടി കഴിഞ്ഞാൽ രണ്ടാം ദിവസവും സിനിമ കാണാൻ കൂടുതൽ ആളുകൾ എത്തിച്ചേരുമെന്നുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും ഈ സിനിമയുടെ സംഘാടകർക്ക് ഇല്ലാതെ പോയി എന്നത് തന്നെയാണ് ഈ സിനിമയുടെ പരാജയം. സാധാരണഗതിയിൽ ഒരു സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ട്രാക്ക് ചെയ്യപ്പെട്ടാൽ 1 ലക്ഷത്തിന് മുകളിലാണ് കളക്ഷനെങ്കിൽ അത് പ്രസിദ്ധീകരിക്കപ്പെടും. നിലവിൽ അമരം എന്ന സിനിമയ്ക്ക് 1 ലക്ഷത്തിന് താഴെ മാത്രമേ കളക്ഷനുള്ളൂ. അതുകൊണ്ട് തന്നെയായിരിക്കാം വിവിധ ട്രാക്കർമാർ ഈ സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്താത്തത്. ഇത്രയും പറഞ്ഞു വന്നത് അമരം എന്ന സിനിമയുടെ വെള്ളി, ശനി എന്നിങ്ങനെ 2 ദിവസത്തെ കളക്ഷൻ ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിനിമ 2 ദിവസം കൊണ്ടും 1 ലക്ഷം റേഞ്ചിൽ എത്തപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നവംബർ 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഇന്നസെന്റ്. സതീഷ് തൻവി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അൽതാഫ് സലീം, ജോമോൻ ജ്യോതിർ, അനാർക്കലി മരിക്കർ, കിളി ഇപ്പോൾ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെയാണ് താരങ്ങൾ. ബിലോ ആവറേജ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 26 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം 1,65 ലക്ഷം രൂപയാണ് ആദ്യ ദിവസം ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. രണ്ടാം ദിവസമായി ഇന്നലെ ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്നലെ 25,50,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 51,50,000 രൂപ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ടുള്ള 3-3.5 കോടി റേഞ്ചിലുള്ള ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രതീക്ഷിക്കാവുന്നതാണ്. റോഷൻ മാത്യു നായകനായി പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത് നവംബർ 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഇത്തിരി നേരം. സെറിൻ ഷഹാബ്, ആനന്ദ് മന്മഥൻ, ജിയോ ബേബി, നന്ദു എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ 6 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തത്. രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 6,50,000 രൂപയാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് 12,50,000 രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുള്ളത്. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 തിയേറ്ററിലെത്തി വമ്പം വിജയം നേടിയെടുത്ത് സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് DS ഈറെ. ഈ സിനിമ 9ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 2,75 ലക്ഷം രൂപയായിരുന്നു. 9 ദിവസം കൊണ്ട് കേരളത്തിൽ 28,90 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 9 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത് 66 കോടി റേഞ്ചിലുമാണ്. ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷഭ് ഷെട്ടി തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 2 തിയേറ്ററിലെത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുത്ത കന്നഡ പാൻ ഇന്ത്യൻ സിനിമയാണ് കാന്താര ചാപ്റ്റർ 1. ഈ സിനിമ 38ാം ദിവസം കൂടിയ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,40,000 രൂപയായിരുന്നു. അങ്ങനെ 55,53 ലക്ഷം രൂപയാണ് ഇന്നലെ വരെയുള്ള ഈ സിനിമയുടെ കേരള കളക്ഷൻ. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 847 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ഷറഫുദ്ദീൻ നായകനായി പ്രണീഷ് വിജയൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 14 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ദി പെറ്റി ഡിറ്റക്റ്റീവ്. ചിത്രം തിയേറ്ററിലെത്തിയിട്ട് 5ാമത്തെ ഞായറാഴ്ച കൂടിയായ 25ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ചിത്രത്തിന്റെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 24 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ 11,65 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഞായറാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 18 കോടി റേഞ്ചിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്യു തോമസ് നായകനായി നവാഗതനായ നൗഫൽ അബ്ദുള്ള സംവിധാനം ചെയ്ത് ഒക്ടോബർ 27 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് നെല്ലിക്കാമ്പുഴയിൽ നൈറ്റ് റൈഡേഴ്സ്. ഈ സിനിമ 16ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 5,25,000 രൂപയായിരുന്നു. അങ്ങനെ 16 ദിവസം കൊണ്ട് 3,75 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 4,80 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ഷെയ്ൻ നിഗം നായകനായി ഉണ്ണി ശിവലിംഗം തിരക്കഥ സംവിധാനം ചെയ്ത ബൾട്ടി എന്ന സിനിമ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 45 ദിവസമാണ് പിന്നിടുന്നത്. ചിത്രം 44ാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച കേരള കളക്ഷനായി സ്വന്തമാക്കിയത് 1,40,40,000 രൂപയായിരുന്നു. അങ്ങനെ 44 ദിവസം കൊണ്ട് കേരളത്തിൽ 9,39 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 13,30 ലക്ഷം റേഞ്ചിലുമാണ്. നവംബർ 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് പ്രെഡേറ്റർ ബാഡ്ലാൻഡ്സ്. ഈ സിനിമ 2ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 26 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് 48,50,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 2 ദിവസം കൊണ്ട് 6 കോടി രൂപയാണ്. സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ $16 മില്യൺ. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.